ഹായ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2022 തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് വന്ന എസ് എ പ്രോബ്ലമാണ്. ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓഫ് ട്രേഡർ ലിമിറ്റഡ് ടുക്ക് പ്ലേസ് ഡ്യൂറിങ് ദ ഇയർ 1/4/2017 പർച്ചേസ്ഡ് 12 lakh 8% ബോണ്ട് അറ്റ് 80.5 കം ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഓൺ 1st November ആൻഡ് 1st May. അപ്പോൾ ഇൻട്രസ്റ്റ് ഡേറ്റ് തന്നിട്ടുണ്ട്. ഇനി 12/4/2017 പർച്ചേസ്ഡ് 1 lakh ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഒരെണ്ണം ബോണ്ടാണ്, ഒരെണ്ണം ഇക്വിറ്റി ഷെയറാണ്. രണ്ടിനും 2 ബോക്സാണ് വരയ്ക്കേണ്ടത്. റിസീവ്ഡ് ഹാഫ് ഇയേഴ്സ് ഇൻട്രസ്റ്റ് 8% ബോണ്ട്. 1/5 വീണ്ടും 8% ബോണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി. ദെൻ 15/5/2017 ബോണസ് ഇഷ്യൂ നടത്തി. ആർക്ക്? ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. സോൾഡ് 1,25,000 ബോണസ് ഷെയർസ് as 20 ഈച്ച്. ടെൻഡർ ലിമിറ്റഡ് എന്നിട്ട് എന്ത് ചെയ്തു? 1,25,000 ബോണസ് ഷെയർ 20 രൂപയ്ക്ക് വിറ്റു. ദെൻ 1/10/2017 സോൾഡ് 3 lakh 8% ബോണ്ട്. ഇവിടെ ബോണ്ട് വിറ്റു 81 എക്സ് ഇൻട്രസ്റ്റിന്. 1/11/2017 റിസീവ്ഡ് ഹാഫ് ഇയേഴ്സ് ബോണ്ട് ഇൻട്രസ്റ്റ്. ഹാഫ് ഇയർ ബോണ്ട് ഇൻട്രസ്റ്റ് കിട്ടി. 1/12/2017 18% ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർസിന് കിട്ടി. അപ്പോൾ രണ്ടും 2 ബോക്സായിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. ബോണ്ട് ഒരു ബോക്സ്, അതുപോലെ ഇക്വിറ്റി ഷെയർ ഒരു ബോക്സ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബോണ്ടിൻ്റെ അക്കൗണ്ട് വരയ്ക്കാം. 1/4/2017 ബോണ്ട് എത്ര ലക്ഷം ഉണ്ടായിരുന്നു? 12 ലക്ഷമായിരുന്നു അതിൻ്റെ നോമിനൽ വാല്യൂ. അതേപോലെ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് 8% ആയിരുന്നു. ദെൻ അത് വാങ്ങി 100 രൂപയുടെയാണ് ഐറ്റം. അപ്പോൾ അത് വാങ്ങിച്ചത് പ്രത്യേകിച്ച് ഇപ്പോൾ ചിലപ്പോൾ 100 രൂപ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ 90 രൂപയ്ക്ക് വാങ്ങിച്ചു, 95 രൂപയ്ക്ക് വാങ്ങിച്ചു, അല്ലെങ്കിൽ 80 രൂപയ്ക്ക് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ വില എന്തായിരിക്കും? 100 രൂപയുടെ സാധനമായിരുന്നു. അത് 80.5 കം ഇൻട്രസ്റ്റിനാണ് വാങ്ങിച്ചത്. അതായത് ഈ നമ്മളുടെ പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് എന്നാണ് കം ഇൻട്രസ്റ്റിൻ്റെ അർത്ഥം. ഇനി എക്സ് ഇൻട്രസ്റ്റ് എന്നായിരുന്നെങ്കിലോ ഈ പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇവിടെ 80.5 കൊടുത്ത് വാങ്ങിച്ച് അതിനകത്ത് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇൻട്രസ്റ്റ് പേ ചെയ്യണത് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 1st November 1st May ഇൻട്രസ്റ്റ് പേ ചെയ്യണത്. November 1 May 1. അപ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്തത് 1/4/2017 അതിന് തൊട്ട് മുമ്പ് എപ്പോഴായിരിക്കും ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടാവുക? ആ കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് November 1 ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടാവുക. അതായത് ഏപ്രിലിന് മുമ്പ് പിന്നെ ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കുന്നത് എപ്പോഴായിരിക്കും? നവംബറിലായിരിക്കും. കാരണം മെയ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് മുമ്പായിരിക്കും, നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് കമ്പനി ഇൻട്രസ്റ്റ് കൊടുത്തേക്കണം നവംബറിലായിരിക്കും. അപ്പോൾ November 1, അപ്പോൾ നവംബർ കൂട്ടണം. November 1 ആയിരിക്കും ഇൻട്രസ്റ്റ് കൊടുത്തേക്കണം. അപ്പോൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 1 നമ്മൾ വാങ്ങിച്ചത്. അപ്പം നമ്മൾ വാങ്ങിക്കണേക്ക് മുമ്പ് 5 മാസം ഇത് വേറൊരാളുടെ കയ്യിലായിരുന്നു. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ 5 മാസത്തെ പലിശ അയാൾക്ക് കൊടുത്തിട്ടേ നമ്മൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ 5 മാസം ആ അസറ്റ്, ഫിനാൻഷ്യൽ അസറ്റാണ്, ബോണ്ടാണ്, അത് അയാളുടെ കയ്യിലായിരുന്നു. അപ്പോൾ ആ 5 മാസത്തെ പലിശയ്ക്ക് അവകാശം അയാൾക്കാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ 5 മാസത്തെ പലിശയും കൂടി കൊടുക്കണം. ഇനി ഇപ്പോൾ November 1 ആയിരുന്നു ഇൻട്രസ്റ്റ് ഡേറ്റ്, നമ്മൾ വാങ്ങിക്കുന്നത് November 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ പലിശ കൊടുക്കണ്ട, കാരണം അയാൾക്ക് ഓൾറെഡി നവംബറിലെ പലിശ കിട്ടി, പിന്നെ അപ്പം തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ആ ലാസ്റ്റ് പലിശ കിട്ടി 5 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ 5 മാസത്തെ പലിശയും കൂടി കൊടുത്തിട്ട് വേണം വാങ്ങിക്കാൻ. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? നോക്കിയ താഴെ ഇൻട്രസ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 12 lakh ഇൻറ്റു 8% ഇൻറ്റു 5 മാസത്തെ പലിശയായി കൊടുക്കണം. 5/12 40,000. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കം ഇൻട്രസ്റ്റിലാണെന്ന്. അപ്പോൾ നമുക്ക് എത്ര രൂപ ടോട്ടൽ ഇതിൻ്റെ പർച്ചേസ് പ്രൈസ് എന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 12 lakh ഇൻറ്റു 80.5/100. എന്താ ബൈ 100 ചെയ്തേക്കണേ? 100 രൂപയുടെ സാധനമാണ് 80.5 വാങ്ങിച്ചേക്കണേ. നമുക്ക് 12 lakh rupees തന്നേക്കണേ. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 12 lakhനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കിട്ടും. ഇൻറ്റു 80.5 എന്നിട്ട് 80.5 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ ഒരുമിച്ച് ചെയ്തു എന്നേ ഉള്ളൂ. 100 രൂപയുടെ ഷെയർ 80.5 വാങ്ങിച്ചു. അപ്പോൾ 12 lakh ഇൻറ്റു 80.5/100. അപ്പോൾ നമ്മുടെ ഒറിജിനൽ വില 9,66,000 ആയിരുന്നു. അതിൽ 40,000 രൂപ കം ഇൻട്രസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ 9,66,000 രൂപയിൽ 40,000 രൂപ പലിശയാണ്. ആ പലിശ കുറച്ച് ബാക്കി 9,26,000 എവിടെ എഴുതുള്ളൂ? പ്രിൻസിപ്പൽ എമൗണ്ട് കോളത്തിൽ എഴുതുള്ളൂ.
അപ്പോൾ നോക്കിയാൽ ടു ബാങ്ക് 12 lakh, ഇൻട്രസ്റ്റ് 40,000, 9,26,000 പ്രിൻസിപ്പൽ എമൗണ്ട്. ഇനി അടുത്തത്, ഇപ്പോൾ ബോണ്ടിൻ്റെ മാത്രം നമ്മൾ അതിൽ നിന്ന് എടുത്താൽ മതി. അടുത്തത് പറഞ്ഞേക്കണത് എന്താ, 1/5/2017 6 മാസത്തെ ഹാഫ് ഇയർ ഇൻട്രസ്റ്റ് ബോണ്ടിന് കിട്ടിയെന്ന്. അപ്പോൾ നമുക്ക് നോക്കുക, പർച്ചേസ് ചെയ്യുമ്പോൾ ഡെബിറ്റിലാണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടുമ്പോഴും സെയിൽ നടക്കുമ്പോഴും എവിടെ കാണിക്കേണ്ടത്, ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടിയപ്പോൾ 1/5/2017 ക്രെഡിറ്റ് സൈഡിൽ നോക്കിയാൽ ബൈ ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ നോമിനൽ വാല്യൂയിലും പ്രിൻസിപ്പൽ എമൗണ്ട് കോളത്തിലൊന്നും ഉണ്ടാവില്ല, ഇൻട്രസ്റ്റ് കോളത്തിൽ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണത് നോക്കുക. എത്രയാണ് നമുക്ക് 12 lakh നമ്മുടെ 12 lakhനാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയേക്കുന്നത്. അപ്പോൾ 12 lakh ഇൻറ്റു എത്ര ശതമാനം ഇൻട്രസ്റ്റ്, 8%. 12 lakh ഇൻറ്റു 8/100 ഇൻറ്റു എത്രയാണ്, 6 മാസത്തെ പലിശ കിട്ടിയെന്നാണ് നമ്മളോട് പറഞ്ഞേക്കണേ, 6. അപ്പോൾ 6/12. അപ്പോൾ എങ്ങനെ എഴുതണം, 12 lakh ഇൻറ്റു 8% ഇൻറ്റു 6/12. 12 lakh ഇൻറ്റു 8% ഇൻറ്റു 6/12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 48,000 കിട്ടും. ആ 48,000 നമ്മൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എവിടെ കാണിക്കണം, ഇൻട്രസ്റ്റ് കോളത്തിൽ എമൗണ്ട് കാണിക്കണം. ഇൻട്രസ്റ്റ് കിട്ടിയതാണ്. അടുത്തത് ബോണ്ടിൻ്റെ പറഞ്ഞേക്കണത് എന്താ, 1/10 3 ലക്ഷം ബോണ്ട് വിറ്റു, 81x ഇൻട്രസ്റ്റിനാണ് വിറ്റേക്കണേ. അപ്പോൾ ഈ 81ൽ എന്തില്ല, ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുക, 3 ലക്ഷം എന്നാണ് 1/10 വിറ്റേക്കണേ. 1/10 അത് വിൽക്കണേക്ക് തൊട്ട് മുമ്പ് എപ്പോഴായിരിക്കും പലിശ കിട്ടിയിട്ടുണ്ടാവുക, മെയ്യിലായിരിക്കും. കാരണം നവംബറിലും മെയ്യിലും ആണ് നമ്മൾ ഇവിടെ പലിശ കൊടുക്കുന്നത്. അപ്പം നമുക്ക് പലിശ എപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, മെയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. മെയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മെയ് 1-ാം തീയതിയാണ് പലിശ കിട്ടിയേക്കുന്നത്. അപ്പം മെയ് കൂട്ടും. മെയ് 31 മെയ് എടുക്കില്ല, മെയ് 1 പലിശ. അപ്പം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 1-ാം തീയതി നമ്മളിത് വിറ്റു. അപ്പോൾ 5 മാസത്തെ പലിശ നമുക്ക് അയാളുടെ നിന്ന് വാങ്ങിക്കാം. നമ്മൾ ആർക്കാണോ വിൽക്കുന്നത് അവിടെ അയാളുടെ നിന്ന് ഈ 5 മാസത്തെ പലിശ നമുക്ക് വാങ്ങിക്കാം. അതുകൊണ്ടാണ് ആ പലിശയുടെ കോളത്തിൽ നമ്മൾ എമൗണ്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 3 ലക്ഷം ഇൻറ്റു 8% ഇൻറ്റു 5/12 10,000. ആ 10,000 നമ്മൾ ഇൻട്രസ്റ്റ് കോളത്തിൽ എഴുതി. ഇനി നമ്മളോട് എക്സ് ഇൻട്രസ്റ്റ് എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3 ലക്ഷം ഇൻറ്റു 81/100. കാരണം ഈ 3 ലക്ഷം എന്ന് പറഞ്ഞാൽ റുപ്പീസാണ് തന്നേക്കണേ. നമ്പർ ഓഫ് ഷെയർസ് തന്നാൽ മാത്രമാണ് നമുക്ക് ഇൻറ്റു 81 മാത്രം ചെയ്യേണ്ടി വരണേ. അല്ലെങ്കിൽ ബൈ 100 ഇട്ട് നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഇൻറ്റു 81 ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തേക്കണേ. 3 ലക്ഷം ഇൻറ്റു 81/100 2,43,000 പ്രിൻസിപ്പൽ എമൗണ്ട് കോളത്തിൽ. അപ്പോൾ ബൈ ബാങ്ക് 3 ലക്ഷം നോമിനൽ വാല്യൂ, 10,000 ഇൻട്രസ്റ്റ്, 2,43,000 എന്താണ് പ്രിൻസിപ്പൽ എമൗണ്ടിൽ. ഇനി എപ്പോൾ സെയിൽ നടത്തുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സെയിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. സെയിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അതാണ് ഞാൻ താഴെ ഒരു കാൽക്കുലേഷൻ ചെയ്തേക്കണുണ്ടല്ലേ. നമ്മൾ 12 ലക്ഷം വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാണ്, 9,26,000 രൂപയ്ക്കാണ് അല്ലേ. ടു ബാങ്ക് എന്ന് പറഞ്ഞ ഡെബിറ്റ് സൈഡ് കണ്ടില്ലേ, 12 ലക്ഷം നോമിനൽ വാല്യൂ ഉള്ള അസറ്റ് വാങ്ങിച്ചത് 9,26,000. അപ്പോൾ നോക്കുക, 9,26,000 ബൈ 12 lakh. 12 lakhനെ വാങ്ങിച്ചത് 9,26,000 എങ്കിൽ 3 ലക്ഷത്തിൻ്റെ വില എത്ര, ഇൻറ്റു 3 lakh ചെയ്യണം. അപ്പോൾ 3 ലക്ഷത്തിൻ്റെ യഥാർത്ഥ വില കിട്ടും. 2,31,500 3 ലക്ഷത്തിൻ്റെ യഥാർത്ഥ വില. പക്ഷെ നമ്മൾ വിറ്റത് എത്ര രൂപയ്ക്കാണ്, 2,43,000 രൂപയ്ക്കാണ് വിറ്റത്. അപ്പം നമുക്ക് എന്തുണ്ട്, ലാഭമുണ്ട്. ലാഭം എങ്ങനെ കണ്ടുപിടിക്കും, വിറ്റ വിലയിൽ നിന്ന് അതിൻ്റെ ഒറിജിനൽ വില 2,43,000 മൈനസ് 2,31,500 11,500 നമുക്ക് ലാഭമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്നിട്ട് ഡെബിറ്റ് സൈഡിൽ ടു P&L എന്ന് പറഞ്ഞ ആ ഡേറ്റിൽ എന്ത് കാണിക്കും, പ്രിൻസിപ്പൽ എമൗണ്ട് കോളത്തിൽ 11,500. കാരണം അത്രയും രൂപ നമുക്ക് ലാഭമാണ്. ഇനി പറഞ്ഞേക്കണത് എന്താണ്, 1/12 നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, റെസീവ്ഡ് 8% ഡിവിഡൻറ്റ് ഓൺ ഇക്വിറ്റി റെസീവ്ഡ് ഹാഫ് ഇയേഴ്സ് ബോണ്ട് ഇൻട്രസ്റ്റ് 1/11 കേട്ടോ. 1/11 റെസീവ്ഡ് ഹാഫ് ഇയേഴ്സ് ബോണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഇയേഴ്സ് ഇൻട്രസ്റ്റിന് എത്ര ഷെയറാണ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ, 9 ലക്ഷം. 3 ലക്ഷം വിറ്റില്ലേ, 12 ലക്ഷത്തിൽ 3 ലക്ഷം വിറ്റു. ഇനി നമ്മുടെ കയ്യിൽ 9 ലക്ഷമേ ബാക്കിയുള്ളൂ. ആ 9 ലക്ഷം ഇൻറ്റു 8/100 ഇൻറ്റു 6/12. കാരണം ഹാഫ് ഇയർ ബോണ്ട് ഇൻട്രസ്റ്റ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ 6/12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 36,000. അതാണ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് 36,000 കാണിച്ചേക്കണേ. ഇനി നമ്മൾ സാധാ പോലെ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ
ക്ലോസിംഗ് ഡേറ്റ് മാർച്ചാണ്. അപ്പോൾ മാർച്ച് വരെയുള്ള പലിശ നമ്മൾ ഈ 1/11 കഴിഞ്ഞ് മാർച്ച് വരെയുള്ള പലിശയും കൂടി ഇൻട്രസ്റ്റ് കോളത്തിൽ കാണിക്കണം. അപ്പോൾ ബൈ ബാലൻസ് E/D 12 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം, ഇപ്പുറത്തെ 3 ലക്ഷം കുറച്ച് ബാലൻസ് 9 ലക്ഷം. ഇനി ഇവിടെ ഈ 9 ലക്ഷത്തിൻ്റെ പലിശ കാണണം. 9 ലക്ഷത്തിന് എത്ര? 5 മാസത്തെ പലിശ. കാരണം 1/11 നമുക്ക് ഓൾറെഡി പലിശ കിട്ടി. അപ്പം ഇനി എന്താണ്? നവംബറിൽ നവംബർ 1-ാം തീയതി പലിശ കിട്ടി. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ആകെ 5 മാസമുള്ളൂ. ഇനി ആ 5 മാസത്തെ പലിശ ഇൻറ്റു 9 ലക്ഷം ഇൻറ്റു 5/12 ഇൻറ്റു 8%, അപ്പോൾ 30,000 കിട്ടും. അതെഴുതുക. പിന്നെ എന്ത് ചെയ്യുക? സാധാ പോലെ ബാലൻസ് ചെയ്താൽ മതി. ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് 9,26,000 11,500 കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇപ്പുറത്തെ 2,43,000 ഉണ്ട്. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് 6,94,500 കിട്ടും. ഇതാണ് നമ്മുടെ ബാലൻസ്. ഇനി അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് കോളം ബാലൻസ് ചെയ്യുക. അപ്പോൾ ഇൻട്രസ്റ്റ് കോളം ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് കോളത്തിൻ്റെ ബാലൻസ് നമ്മൾ P&Lലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ടു P&L 84,000 കാണിക്കുക, ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് നോക്കേണ്ടത് ഇക്വിറ്റി ഷെയർസിൻ്റെ അക്കൗണ്ടാണ്. ഇക്വിറ്റി ഷെയർസിൻ്റെ അക്കൗണ്ടിൽ എങ്ങനെയാണ് വരണേന്ന് നോക്കാം. ഇക്വിറ്റി ഷെയറിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾക്ക് ഇങ്ങനെ 6 മാസം കൂടുമ്പോൾ ഡിവിഡൻഡ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അക്കൗണ്ടിൽ ഡിവിഡൻഡ് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ഡിവിഡൻഡ് കോളം എപ്പോഴും ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? 1 lakh ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്യുന്നത്. 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് എത്ര ഈച്ച്? 10 ഈച്ച് എന്നാണ് പറഞ്ഞേക്കണേ. 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച്. അപ്പോൾ 1 lakh ഇൻറ്റു 10 lakh ആണ് അതിൻ്റെ ഒറിജിനൽ വാല്യൂ. അത് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചേക്കണേ? 40 ലക്ഷം. അപ്പോൾ അതാണ് ഇവിടെ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നോമിനൽ കോളത്തിൽ 10 ലക്ഷവും പ്രിൻസിപ്പൽ എമൗണ്ട് കോളത്തിൽ 40 ലക്ഷവും കാണിച്ചേക്കണേ. അടുത്ത എന്താ നമ്മളോട് പറഞ്ഞേക്കണത്? പിന്നെ വീണ്ടും നമ്മൾ ഷെയറിൻ്റെ എടുക്കുക. എക്സ് ലിമിറ്റഡ് മെയ്ഡ് എ ബോണസ് ഇഷ്യൂ ഓഫ് 3 ഇക്വിറ്റി ഷെയർസ് ഫോർ എവരി 2 ഷെയർസ് ഹെൽഡ്. ഓരോ 2 ഇക്വിറ്റി ഷെയറിനും, നമ്മുടെ കൈവശമുള്ള ഓരോ 2 ഇക്വിറ്റി ഷെയറിനും എത്ര ഷെയർ? 3 ഇക്വിറ്റി ഷെയർ വെച്ചിട്ട് എന്തുണ്ട്? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1,25,000 ബോണസ് ഷെയർ 20 രൂപയ്ക്ക് വിറ്റു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കുക, നമ്മളോട് പറഞ്ഞേക്കണം എന്താണ്? ഓരോ 2 ഷെയറിനും 3 ഷെയർ എക്സ്ട്രാ. അപ്പോൾ 1 ലക്ഷം ആണ് നമ്മുടെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ. 1 ലക്ഷം/2 ഇൻറ്റു എത്ര ഷെയർ വെച്ച് കൊടുക്കുന്നുണ്ട്? 3 ഷെയർ. ഓരോ 2-ന് 3 ഷെയർ വെച്ചപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ വരികയാണെങ്കിൽ 3/2 ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഓരോ 4 ഷെയറിനും 2 ഷെയർ എന്നാണ് പറയണമെങ്കിൽ എത്രയാണോ കിട്ടാനുള്ള ഷെയർ അത് മുകളിലിടുക. അതായത് ഓരോ 2 ഷെയറിനും 4 ഷെയർ വെച്ച് എന്ന് പറയുമ്പോൾ 4 ഷെയർ തരും എന്നാണ് അർത്ഥം. അപ്പം 4/2 എന്ന് വരും. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കണത് എന്താ? ഓരോ 2 ഷെയറിനും 3 ഷെയർ വെച്ച്. അപ്പോൾ 3 ഷെയർ വെച്ചാണ് എക്സ്ട്രാ കിട്ടുന്നത്. ആ എക്സ്ട്രാ കിട്ടുന്ന ഷെയർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. നമ്മുടെ കയ്യിൽ എത്രയാണ് ഉള്ള ഈ 2 ഷെയർ 3 ഷെയർ എന്നൊക്കെ പറയണത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1 lakh ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 നമുക്ക് 1,50,000 ഷെയർ വരും. 1,50,000 ഷെയർ ഇൻറ്റു 10 എത്രയാണ്? 15 ലക്ഷം. അപ്പോൾ 15 ലക്ഷമാണ് നമ്മുടെ ബോണസ് ഇഷ്യൂ ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത്. പിന്നെ ഈ ബോണസ് ഇഷ്യൂ ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്നതാണ്, നമുക്ക് പൈസ കൊടുക്കണ്ട. അതുകൊണ്ട് തന്നെ ബോണസ് ഇഷ്യൂ നോമിനൽ വാല്യൂവിൻ്റെ കോളത്തിൽ മാത്രമേ വരുള്ളൂ, പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കോളത്തിൽ എമൗണ്ട് വരില്ല. അടുത്തത് നമ്മളോട് ആ സെയിം ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കിട്ടുന്ന ബോണസ് ഷെയറിൽ 1,25,000 ബോണസ് ഷെയർ എന്ത് ചെയ്തിട്ടുണ്ട്? വിറ്റിട്ടുണ്ട്. 1,25,000 ബോണസ് ഷെയർ 20 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 1,25,000 ബോണസ് ഷെയർ 20 രൂപയ്ക്ക് വിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 ലക്ഷത്തിനാണ് ബോണസ് ഷെയർ വിറ്റേക്കണേ. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ബോണസ് ഷെയർ, മൊത്തം എത്ര ഷെയർ ഉണ്ടായിരുന്നു? ഓൾറെഡി 10 ലക്ഷം ഇക്വിറ്റി ഷെയർ ഉണ്ടായിരുന്നു. കൂടാതെ 15 ലക്ഷത്തിൻ്റെ ബോണസ് ഇഷ്യൂവും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 25 ലക്ഷം ഷെയർ, 25 ലക്ഷം രൂപയുടെ ഷെയർ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ 15 ലക്ഷത്തിന് എന്തില്ല? വിലയില്ല. അത് ഫ്രീ ആയിട്ട് കിട്ടിയത്. അതുകൊണ്ട് ആകെ നമ്മുടെ മൊത്തം ഷെയറിൻ്റെ വില നമുക്ക് ആകെ 40 ലക്ഷമേ കൂട്ടാൻ പറ്റുള്ളൂ. കാരണം ആദ്യം പർച്ചേസ് ചെയ്ത 40 ലക്ഷം മാത്രമേ നമ്മുടെ കയ്യിൽ വിലയുള്ളൂ. മറ്റേത് നമുക്ക് ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കാണിക്കണം? 25 ലക്ഷം ഷെയറിൻ്റെ വില 40 ലക്ഷം. കാരണം മൊത്തം പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് 40 ലക്ഷമല്ലേ ചിലവായിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഷെയർ ഉണ്ട്? 25 ലക്ഷം. 10 ലക്ഷം ഓൾറെഡി ഉണ്ടായതും 15 ലക്ഷം ബോണസും. അപ്പോൾ അങ്ങനെ ടോട്ടൽ 25 ലക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ മൂല്യം 40 ലക്ഷമാണ്. ഇൻറ്റു നമ്മൾ എത്ര ഷെയറാണ് വിറ്റേക്കണേ? 1,25,000 ഷെയറാണ് നമ്മൾ വിറ്റത്. അപ്പോൾ ഇൻറ്റു 1,25,000. അതിൻ്റെ ഒറിജിനൽ വില എത്രയാണ്? 1,25,000 ഇൻറ്റു 10 12,50,000.
അപ്പോൾ അതിൻ്റെ ഈ വില കണ്ടുപിടിക്കുക. അപ്പോൾ എത്രയാണ് അതിൻ്റെ വില കിട്ടണത്? 20,000. അപ്പോൾ 25 ലക്ഷത്തിൻ്റെ വില 40 ലക്ഷം ആണെങ്കിൽ 25 ലക്ഷം ഷെയറിൻ്റെ വില 40 ലക്ഷം ആണെങ്കിൽ 12.5 ലക്ഷം ഷെയറിൻ്റെ വില എത്രയാണ്? അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 20 ലക്ഷം എന്ന് കിട്ടി. നമ്മളിത് വിറ്റേക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 1,25,000 × 20 എന്ന് പറയുമ്പോൾ 25 ലക്ഷം അല്ലേ? അപ്പോൾ 12.5 ലക്ഷം വിലയുള്ള ഷെയർ 25 ലക്ഷത്തിനാണ് വിറ്റേക്കണത്. പക്ഷേ അതിൻ്റെ ഒറിജിനൽ വില എത്രയാണ്? 20 ലക്ഷമേ ഉള്ളൂ. 12 ലക്ഷം മൂല്യമുള്ള ഷെയർ 25 നമ്മൾ വിറ്റു. ഈ 12.5 ലക്ഷത്തിൻ്റെ മൂല്യം, അതായത് വാങ്ങിയ വില അനുസരിച്ച് അതിൻ്റെ യഥാർത്ഥ മൂല്യം 20 ലക്ഷമാണ്. അപ്പോൾ 20 ലക്ഷം വിലയുള്ള ഷെയറാണ് നമ്മൾ 25 ലക്ഷത്തിന് വിറ്റേക്കണത്. അപ്പോൾ നമുക്ക് ലാഭമല്ലേ 5 ലക്ഷം. അപ്പോൾ ആ ലാഭം P&L നമ്മളിവിടെ കണ്ടുപിടിച്ചു. 25 ലക്ഷം മൈനസ് 20 ലക്ഷം എത്രയാണ്? 5 ലക്ഷം എന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നോക്കിയേ. അപ്പോൾ നമ്മൾക്ക് 1,25,000 വിറ്റത് നമ്മളിവിടെ എഴുതിയേക്കണത് എങ്ങനെയാണ്? ബൈ ബാങ്ക് ക്രെഡിറ്റ് സൈഡിൽ 1,25,000 × 10 12.5 ലക്ഷം 25 ലക്ഷത്തിന് അത് വിറ്റു. ടു P&L നമുക്ക് ലാഭം 5 ലക്ഷം കിട്ടി. അത് പ്രിൻസിപ്പൽ എമൗണ്ട് കോളത്തിൽ ടു P&L 5 ലക്ഷം എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിലും കാണിച്ചു. ഇനി നമ്മളോട് 18% എന്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? പലിശ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി 25 ലക്ഷം ഷെയർ മൊത്തം ഉണ്ടായാൽ 12.5 ലക്ഷം വിറ്റു. ബാക്കി 12.5 ലക്ഷത്തിന് 18% പലിശ. അതാണ് ഈ 2,25,000 നമ്മൾ ഡിവിഡൻഡ് പലിശയല്ല, സോറി, ഡിവിഡൻഡ്. ഇക്വിറ്റി ഷെയർ ആണ്. അപ്പോൾ ഡിവിഡൻഡ് 2,25,000 നമ്മളിവിടെ ഡിവിഡൻഡ് കൊടുത്തു. അപ്പോൾ ആ ഡിവിഡൻഡ് ഇവിടെ കാണിച്ചു. പിന്നെ സാധാ പോലെ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ 25 ലക്ഷത്തിൽ നിന്ന് 12.5 ലക്ഷം കുറച്ചു. ബൈ ബാലൻസ് CYD 12.5 ലക്ഷം. പിന്നെ ഡിവിഡൻഡ് കോളത്തിൽ ഇതേപോലെ തന്നെ ഇപ്പുറത്ത് ഡിവിഡൻഡ് 2,25,000 അത് P&L മാറ്റി. ടു P&L 2,25,000. ഇനി പ്രിൻസിപ്പൽ എമൗണ്ട് കോളം മൊത്തം ഇപ്പുറത്ത് 45 ലക്ഷം, ഇവിടെ 25 ലക്ഷം. അപ്പോൾ ബാലൻസ് 20 ലക്ഷം. അങ്ങനെ അത് ബാലൻസ് ചെയ്യാം.